Next topic, geometric interpretation of definite integral. Consider the function. നമുക്കറിയാം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് എ മുതൽ ബി വരെയുള്ള ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിലുള്ള ഏരിയ ആണെന്ന്. അപ്പൊ ഈ ഏരിയ നമുക്ക് ഒരു റെഗുലർ ഷേപ്പ് ആണെങ്കിൽ ഈ റീജിയൻ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഈ റീജിയൻ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഏരിയ കിട്ടിയാൽ എന്ത് കിട്ടും? ഇന്റഗ്രലും കിട്ടും. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. Evaluate the definite integrals by interpreting them geometrically. By interpreting geometrically. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, integral 0 to 2 4 minus 2x dx. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, integral 0 to 4 root of 16 minus x square dx. ആദ്യം ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇന്റഗ്രൽ 0 to 2 4 minus 2x dx കിട്ടണം. ഇവിടെ f of x equal to 4 minus 2x ആണ്. x belongs to closed interval 0 to ആണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരച്ചാല് ആ ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിലുള്ള റീജിയന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. റൈറ്റ്. അപ്പൊ നമുക്ക് 4 minus 2xന്റെ ഗ്രാഫ് വരക്കാം 0ക്കും 2ക്കും ഇടയില്. അപ്പോ എക്സിന്റെ വാല്യൂസും നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ 2 പോയിന്റ് കിട്ടിയാൽ മതി. എക്സ് 0 ആകുമ്പോഴും 2 ആകുമ്പോഴും മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. എക്സ് 0 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് വരിക? 4 minus 2 into 0 4 ആണ് വരിക. എക്സ് 2 ആകുമ്പോ എന്താണ് വരിക? 0 ആണ് വരിക അല്ലേ? എക്സ് 0 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4 വരും. എക്സ് 2 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 വരും. ഇനി നമുക്ക് ഈ ഗ്രാഫ് വരക്കാം. അത് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരക്കുക. എക്സ് ആക്സിൽ 1 2 അടയാളപ്പെടുത്തി, വൈ ആക്സിൽ 1 2 3 4 അടയാളപ്പെടുത്തി അല്ലേ? അപ്പൊ എക്സ് 0 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4 ആണ്. എക്സ് 0 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4 ആണെന്ന് പറഞ്ഞാല് ഇതാണ് പോയിന്റ്. എക്സ് 2 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. എക്സ് 2 ആകുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ഇതാണ് പോയിന്റ്. അപ്പൊ ഇനി നമുക്ക് ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരക്കാന് നമ്മള് സ്കെയിൽ എടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. Now this is the graph of f of x equal to 4 minus 2x from x equal to 0 to x equal to 2. Now ഇനി നമ്മുടെ ഇന്റഗ്രലിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 0 to 2 4 minus 2x എന്ന് പറഞ്ഞാല് ഈ ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിൽ 0ക്കും 2ക്കും ഇടയിലുള്ള റീജിയന്റെ ഏരിയയാണ്. ആ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ തന്നെയാണ്. This will be that region. ഏതായിരിക്കും ആ റീജിയൻ? What will be area of this region? ഈ റീജിയന്റെ ഏരിയ എങ്ങനെയാണ്? ഇത് ട്രയാങ്കിൾ അല്ലേ? ദിസ് എ റൈറ്റ് ട്രയാങ്കിൾ. നിങ്ങൾക്ക് ഏരിയ കാണാനുള്ള ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ചാൽ പോരെ.
area equal to half into base എന്ന് പറഞ്ഞാല് 2 unit, height എന്ന് പറഞ്ഞാല് 4 unit. That is 4 units ആയിരിക്കും ഈ area. That is the value of the integral. Therefore, integral 0 to 2 4 minus 2x dx equal to 4. Area എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്, ഏരിയ എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇന്റഗ്രല് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതുപോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ എന്താണ് വരുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ് വരിക? ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0-4 എന്നാണ് വരിക. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്കിത് ഗ്രാഫ് ചെയ്യാൻ ആലോചിക്കുന്നതിന്റെ മുമ്പ് എഫ് ഓഫ് എക്സിന് y കൊടുത്താൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് y ഈക്വൽ ടു 16 മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ ഇതെന്താവും? y സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ. ഈക്വേഷൻ നമുക്ക് പരിചയമുണ്ടാവും. ഈ മൈനസ് എക്സ് സ്ക്വയറിനെ കണ്ടുപിടുന്നുണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 or x square plus y square equal to 4 square. This is circle centered at origin and radius 4. പക്ഷേ ഇവിടെ y ഈക്വൽ ടു, ശരിക്കും ഇതിൽ നിന്ന് നമ്മള് y സ്ക്വയർ ഈക്വൽ ടു 16, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ, ഇവിടുന്ന് തിരിച്ചു പോവാണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ ചെയ്താൽ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക. അപ്പൊ ഇതെന്താണ് നമുക്കറിയാം? ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 റേഡിയസ് ഉള്ള ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സർക്കിൾ ആണ്. പക്ഷെ റൂട്ട് ഓഫ് ഇതിന്റെ മുകൾ ഭാഗം, ഈ സർക്കിളിന്റെ മുകൾ ഭാഗം this equal to y equal to plus root of 16 minus x square. അതേപോലെ താഴെ ഭാഗം y equal to minus root of 16 minus x square ആണ്. Therefore, integral നമുക്ക് വേണ്ടത് root of 16 minus x square from 0 to 4 ആണ്. അപ്പൊ plus root of 16 minus x square എന്ന് പറഞ്ഞാൽ എന്താണ്? Therefore, f of x equal to root of 16 minus x square is the upper half of the circle centered at origin and radius 4. അതെങ്ങനെ നമ്മൾ വരയ്ക്കുക നോക്കാം. 1 2 3 4 1 2 3 4 ഇവിടെ 1 2 3 4. അപ്പൊ ഇനി യെസ്, ഇതാണ് y ഈക്വൽ ടു, ഇത് മൈനസ് 4 0 ആയിരിക്കും, ഇത് പ്ലസ് 4 0 ആയിരിക്കും, ഇത് 0 4 ആയിരിക്കും. 4 കാരണം ഒറിജിനിൽ നിന്ന് എല്ലായിടത്തേക്കുള്ള ദൂരം 4 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക്. പക്ഷെ ഇത്രയും ആവശ്യമില്ല. നമുക്ക് എന്താണ് 0 to 4 ആണ് വേണ്ടത്. 0. അപ്പോ ഈ ഭാഗമാണ് അല്ലെ, ഈ ഭാഗത്തിന്റെ ഇതാണ് ഇന്റഗ്രൽ. നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ബിലോങ്സ് ടു 0 4 ആണ്. 0 മുതൽ 4 വരെ പറഞ്ഞാൽ ഈ പോർഷൻ ഉണ്ടാവുള്ളൂ, ഈ പോർഷൻ. അപ്പൊ ഇതാണ് ഏരിയ അണ്ടർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഫ്രം 0 to 4. Now what is integral
0 to 4 root of 16 minus 6 square dx is the area of the shaded portion. This is the area of the shaded portion. What is that? നമുക്ക് 4 റേഡിയസിലെ സർക്കിളിന്റെ മൊത്തം ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. അപ്പോൾ അതിന്റെ ഒരു ക്വാർട്ടർ മാത്രമാണിത്. ആ സർക്കിളിന്റെ എക്സ് ആക്സിന്റെ മുകളിൽ ഇത് മൊത്തം എടുത്താൽ എക്സ് ആക്സിന്റെ മുകളിലുള്ള പോർഷൻ മൊത്തം എടുത്താൽ മൊത്തം ഏരിയന്റെ പകുതി ഉണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടറിൽ എടുത്താൽ ദിസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഏരിയ ഓഫ് ദി സർക്കിൾ x square plus y square equal to 4 square. That is equal to 1/4 into pi into radius square. That is 4. Next question. Evaluate integral minus 1 to 2 mod x dx. Can you evaluate this integral? Mod x ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. mod x ന്റെ ഗ്രാഫില് എക്സിന് പകരം mod x ന്റെ ഗ്രാഫ് വരച്ചിട്ട് -1 മുതൽ 2 വരെ എക്സ് ആക്സിന് ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെ ഇടയിലുള്ള റീജിയൻ മാർക്ക് ചെയ്യുക. ആ ഏരിയ evaluate. Next, evaluate integral -2 to 2 root of 4 minus 6 square dx. Next one, interpret geometrically and evaluate -2 to 3 2x plus 1 dx. -1 to 2 mod x minus 1 dx. ഇതിന്റെയൊക്കെ ഗ്രാഫ് വരക്കുക ആദ്യം. mod x minus 1 ന്റെ ഗ്രാഫ് എങ്ങനെ വരിക? mod x minus 1 ന്റെ ഗ്രാഫ് -1 മുതൽ 2 വരെയാണ് വരിക. -1ഉം 0ഉം 2ഉം mod x minus 1 x mod x minus 1 അത് വി ഷേപ്പിലാണ് വരിക. അപ്പൊ 3 പോയിന്റ് വേണ്ടി വരും. എവിടുന്ന് എവിടത്തേക്കാണ്? -1 മുതൽ 2 വരെയാണ്. -1 എന്താണ് വരിക? -1 ന്റെ മോഡുലസ് 2. 2 എന്താണ് വരിക? 1. ഇനി ഇതിന്റെ ഇടയിൽ ഈ പോയിന്റ് 0 ആവുന്ന എവിടെയാണ്? x 1 ആവുമ്പോഴാണ്. x 1 ആവുമ്പോഴാണ് ഇത് 0 ആവുക. ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്. ഈ ഷാർപ്പ് എഡ്ജ് എവിടെ വരിക നമുക്കറിയാലോ. mod x is not differentiable when x equal to 0. x equal to 0 ആവുമ്പോഴാണ് ആ വി ഷേപ്പിന്റെ ഷാർപ്പ് എഡ്ജ് വരുന്നത്. അതിൽ mod x minus 1 x equal to 1 ആവുമ്പോഴാണ് ഈ മോഡിന്റെ ഉള്ളിൽ 0 വരുന്നത്. അപ്പൊ x equal to 1 എന്നുള്ള പോയിന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആണ് 0. അപ്പോ നമ്മള് ഗ്രാഫ് വരയ്ക്കുമ്പോ -1 2 ആയിരുന്നു, 1 0 ആണ്, 2 1 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരാം. ഈ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ.